ഹലോ, ഹായ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നിവിടെ വെളുത്തുള്ളി അച്ചാറാണ് ഉണ്ടാക്കാൻ പോണത്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു വീഡിയോ ചെയ്യണത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ നിങ്ങൾ ക്ഷമിക്കുക കേട്ടോ. നമുക്ക് വീഡിയോയിലേക്ക് ഇട്ട് കിടക്കാം. ആദ്യമായിട്ട് നല്ലെണ്ണയാണ് ഞാൻ പാരുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ അടുത്തതായിട്ട് കടുക് ഉലുവ ഇട്ട് കൊടുക്കുക കേട്ടോ. നമുക്ക് അടുത്തതായിട്ട് ഇഞ്ചി വെളുത്തുള്ളി ചേർക്കാം. ഇപ്പം 3 കിലോ വെളുത്തുള്ളി കേട്ടോ ഇടുന്നത്. അതിലേക്കുള്ള സാധനങ്ങളാണിത്. 100 ഗ്രാം ഇത് ഇഞ്ചി, 50 ഗ്രാം പച്ചമുളകാണ് നമ്മൾ ഇട്ടത്. 2 ടീസ്പൂണ് ഉലുവ, 2 സ്പൂണ് കടുക്. കറിവേപ്പിൻ്റെ എല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ. കറിവേപ്പിൻ്റെ ഇട്ട് കൊടുത്താൽ അത് ഒന്ന് പൊട്ടി വരണം നല്ലോണം. അതിൻ്റെ വെള്ളമൊക്കെ നല്ലോണം ഇതായിട്ട് നല്ലോണം പൊട്ടി നിറം മാറി വരണം കേട്ടോ. ഇനി നമ്മൾ കാശ്മീരി മുളകാണ് ഇടാൻ പോണത്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പൊടികൾ ഏത് ഇടുമ്പോഴും നമ്മൾ ഗ്യാസ് ഓഫാക്കണം കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യത ഉണ്ട്. ഞാനിവിടെ 2.5 കപ്പ് കാശ്മീരി മുളകാണ് ഇട്ടത്. ഒരു 2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, മുളക് ഒരു 1/2 കപ്പ് കേട്ടോ. ഇതൊക്കെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഈ ചൂടിൽ തന്നെ ഈ എണ്ണയിലിട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കട്ടോ. നന്നായിട്ട് നല്ലോണം മിക്സ് ചെയ്യണേ. ഗ്യാസ് ഓണാക്കി കൊടുക്കട്ടോ. കുറഞ്ഞ സിമ്മിൽ ആക്കി കൊടുത്താൽ മതി. ഫുള്ളായിട്ട് കൂട്ടി കൊടുക്കണ്ട. ഇനി നമ്മൾ നല്ലോണം കഴുകി വാർത്ത് എടുത്ത് വെച്ച വെളുത്തുള്ളിയാണ് കേട്ടോ. അത് 3 കിലോ ആണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കട്ടോ. പല ആൾക്കാരും പല കോലത്തിലാണ് അച്ചാർ ഉണ്ടാക്കാറുള്ളത്. ഞാനിങ്ങനെയാട്ടോ ഉണ്ടാക്കുക. അപ്പോൾ എൻ്റെ നമ്പർ ഞാൻ ഈ വീഡിയോൻ്റെ ഒപ്പം തന്നെ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അച്ചാർ വേണമെങ്കിൽ എല്ലാവരും ഓർഡർ ചെയ്യട്ടോ. കൊറിയറായിട്ട് ഞാൻ എവിടെ വേണമെങ്കിൽ കേരളത്തിൽ എവിടെയാണെന്ന് വെച്ചെങ്കിലും എത്തിച്ചു കൊടുക്കും. എൻ്റെ അച്ചാർ കൂടി ടേസ്റ്റ് ഉണ്ടെച്ചെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയണേ. ഇത് ഹോം മെയ്ഡ് അച്ചാറാണ്. നമ്മൾ ഇതിലൊരു കെമിക്കലും നമ്മൾ ചേർക്കണില്ല കേട്ടോ. നമ്മൾ കെമിക്കൽ ചേർക്കുന്നില്ലാണ് നമ്മൾ ഈ വിനാഗിരി മാത്രമേ ഇതിൽ ചേർക്കുന്നുള്ളൂ. അല്ലാതെ നമ്മൾ വേറെ ഒരു കെമിക്കലും ഇതിൽ ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് വിനാഗിരി പാരാം. ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. രണ്ട് ടീസ്പൂണ് കടുക് പൊടിച്ചത് കേട്ടോ. രണ്ട് ടീസ്പൂണ് ഉലുവ പൊടിച്ചതാണ്. കായം പൊടിച്ചത് 1 ടീസ്പൂൺ. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. അടി പിടിക്കണ നല്ലോണം ശ്രദ്ധിക്കണം. ഞാനിപ്പോൾ ഇതിലേക്ക് 2 ലിറ്റർ സുർക്കയാണ് പാർന്നത്. ഇതന്നെ മതി. ഇത് ഒന്ന് ലൂസിൽ ആക്കി വെക്കുക. ഇനി നന്നായിട്ട് തണുക്കുമ്പോൾ ഇത് പാകത്തെ പരുവത്തിലായി വരും. ഇതാണ് അതിൻ്റെ പാകം കേട്ടോ. നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇങ്ങനെ കുമ്പളകൾ ഇങ്ങനെ പൊന്തി വരുമ്പോഴേ ഇതാണ് അതിൻ്റെ പാകം. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം.
എല്ലാം നല്ല പാകത്തിനായി കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക്. ഇതാണ് നമ്മളെ വെളുത്തുള്ളി അച്ചാറ്. ഇതേ സ്റ്റൈലിലാണ് ഞാൻ ഉണ്ടാക്കാറ്. ഇനി നിങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. എൻ്റെ വീഡിയോസ് എല്ലാവരും കാണണം കേട്ടോ. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്നെന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനി ഞാൻ നാളെ ഇത് തണുത്തതിന് ശേഷം എങ്ങനെയാണ് ബോട്ടിലാക്കണമെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇനി മറക്കരുത്, ഞാൻ വീണ്ടും പറയുകയാണ്. എൻ്റെ നമ്പർ ഞാൻ ഈ വീഡിയോൻ്റെ ഒപ്പം തന്നെ കൊടുക്കാം. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെല്ലൈക്കൺ അമർത്തണം, പിന്നെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ.